ബോട്ടി ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ആദ്യം ബോട്ടി നന്നായി കഴുകുക എന്നുള്ളതാണ് കേട്ടോ. ഒരു 10 പ്രാവശ്യമെങ്കിലും കഴുകുകയാണെങ്കിൽ ബോട്ടി നല്ല പോലെ വൃത്തിയാവും. അതേപോലെ സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് പോകാനായിട്ട് ചൂടുവെള്ളത്തിലും കൂടി ഒന്ന് കഴുകുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഉളുമ്പ് സ്മെല്ലുണ്ട്, അതൊക്കെ ഒന്ന് മാറും കേട്ടോ. അതിനുശേഷം നമുക്കൊരു കുക്കറിലേക്ക് മാറ്റുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് വൃത്തിയാക്കിയ ശേഷം കുക്കറിലേക്ക് അത് മാറ്റുകയാണേ. ഇനി ഇതൊരു 10 പ്രാവശ്യമെങ്കിലും നമുക്ക് വിസിലടിച്ച് വേവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് തുണ്ട് വെള്ളം കൂടി ഒഴിക്കുക കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടി പിടിക്കാതിരിക്കാനാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഒരു സ്പൂൺ മുളക് പൊടിയും, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും, കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും, കുറച്ച് ഇഞ്ചി അരിഞ്ഞതും കൂടി ഇടുക കേട്ടോ. പിന്നെ ഒരു സവാള ചെറുത് നീളത്തിൽ അരിഞ്ഞതും, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും 2 വേപ്പിലയും കൂടി ഇടുക കേട്ടോ. ഇനി അതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കുക കേട്ടോ. അതിനുശേഷം പച്ചമുളക് ഉണ്ട്, അത് 2 എണ്ണം നീളത്തിൽ അരിഞ്ഞതും കൂടി ഇടുക. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കുക കേട്ടോ. അതിനുശേഷം കുക്കറിലിട്ട് അടിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കുക്കറിൽ ഏകദേശം ഒരു 10 വിസിൽ മതിയാവും. അപ്പോൾ ആ ഇതിലാണ് ഞാൻ 10 വിസിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന കുക്കറിന് ഇതനുസരിച്ച് ഇരിക്കും കേട്ടോ. ഏകദേശം അറിയാമല്ലോ വേവ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നല്ല പോലെ വേവിക്കുക. അപ്പോൾ കുക്കർ ഓപ്പണാക്കി നോക്കുകയാണ് കേട്ടോ. നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇത്തിരി വെള്ളമൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും. പിന്നെ നമ്മൾ അടി പിടിക്കാതിരിക്കാനാണ് വെള്ളം ഇത്തിരി ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചട്ടി എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടാക്കി വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇടുക കേട്ടോ. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഉള്ളിയാണ്. ഇതൊരു 15 to 20 ഉള്ളി വരെയുണ്ട്. അത് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ടാണ്. നല്ല പോലെ വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി നല്ല പോലെ മൂപ്പിച്ച ശേഷം നമ്മൾ കുറച്ച് പൊടികൾ ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം മുളക് പൊടി ഇടുന്നുണ്ട്, പിന്നെ മല്ലിപ്പൊടി ഇടുന്നുണ്ട്, അതേപോലെ തന്നെ ഗരം മസാല കുറച്ച് ഇടുന്നുണ്ട്, പിന്നെ കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇതിൽ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ ഇതൊക്കെ ഇട്ടത് കൊണ്ട് നമുക്ക് അധികം ഇടണ്ട. ഇതൊന്ന് മസാല പിടിക്കാൻ വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട ശേഷം നല്ല പോലെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. പച്ചമണം നല്ല പോലെ കളയുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇടുക. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി നല്ല പോലെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് പിന്നെ ഇടേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വേവിച്ച് വെച്ച ബോട്ടി ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ബോട്ടി വെള്ളത്തോട് കൂടി തന്നെ ഇതിൽ ഇടുവാണേ. ഇനി നല്ല പോലെ ഇളക്കുക കേട്ടോ. അപ്പോൾ നന്നായി വെള്ളം വറ്റിക്കുന്നതുകൊണ്ട് ചെറിയ സ്പീഡിലിട്ടിട്ട് വേണം വെള്ളം വറ്റിക്കാനായിട്ട്. അപ്പോൾ അടിയിലൊന്ന് അത്യാവശ്യമൊക്കെ പിടിക്കും കേട്ടോ. അപ്പോൾ ഇളക്കി തന്നെ നിൽക്കണേ. ഇനി ഇതിലേക്ക് പകുതി ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിക്കണം കേട്ടോ. അതിനുശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞത് പോലെ അടി പിടിക്കുന്നുണ്ട്. അപ്പോൾ അതും നന്നായി ശ്രദ്ധിക്കണം. തീ കുറച്ചിട്ടിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടി ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ബോട്ടി ഫ്രൈ കിട്ടിയിട്ടുണ്ട്. ബോട്ടി കറി വെച്ചാൽ തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഫ്രൈൻ്റെ കാര്യം പറയണോ, ഇതിൽ കൂടുതൽ ഉള്ളിയും കൂടി വന്നപ്പോൾ ആ ഉള്ളിയുടെ സ്മെല്ലും അതിൻ്റെ ടേസ്റ്റൊക്കെ വന്നപ്പോൾ തന്നെ അടിപൊളിയായിട്ടുണ്ടാവും. പിന്നെ ഇതിൽ കൂടുതലായിട്ട് നിൽക്കേണ്ടത് കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഇത്തിരിയും കൂടി ഇതിന് ടേസ്റ്റ് നൽകുന്ന സംഭവമാണ്. അപ്പോൾ അടിപൊളിയായിരുന്നു. ഇനി ചോറിൻ്റെ കൂടെ ബോട്ടി കറിയും അതേപോലെ ബോട്ടി ഫ്രൈയും കൂടിയാണ് കഴിച്ച് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, അപ്പം അടിപൊളിയായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ പിന്നെ ഉണ്ടാക്കി എൻ്റെ അവസ്ഥ പറയണോ.